ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PHPയുടെ ലൂപ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വൈൽ ഫോർ അതുപോലെ ഡു വൈൽ ഇത്രയും ലൂപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PHPയിൽ വരുന്ന കണ്ടിന്യൂ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ അറേസിനെ പറ്റിയിട്ടും അതുപോലെ ഫങ്ഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൂപ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് അറിയണതാണ്, C++ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കറൻറ്റ് ലൂപ്പിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനാണ് കണ്ടിന്യൂ അല്ലേ. ഇപ്പോൾ കണ്ടിന്യൂ നമ്മളൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലൂപ്പ് ചെയ്ത് അതായത് എക്സിക്യൂട്ട് ചെയ്ത് കണ്ടിന്യൂ വർക്കാവുമ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ അവിടെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോകും. ഇനി ബ്രേക്ക് ആണെങ്കിലോ, ലൂപ്സിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അതവിടെ എൻഡ് ചെയ്യും. പിന്നെ അവിടെ ആ കറണ്ട് ലൂപ്പ് അവിടെ വർക്ക് ചെയ്യില്ല. പിന്നെ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഈച്ച്, വൈൽ, ഡു വൈൽ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്ത് വരാറ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അറേസ് ഇൻ PHP. അറേ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് C++ലൊക്കെ. അതായത് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ, സെയിം ടൈപ്പായിട്ടുള്ള എലമെൻറ്റ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വാരിയബിൾ അല്ലേ, അതിനെയാണ് നമ്മൾ അറേ എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിലധികം വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ്. ഇനി PHPയിലേക്ക് വരുമ്പോൾ PHPയിൽ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് അറേയിൽ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. കീ വാല്യൂ പെയേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ അറേ പഠിക്കുമ്പോൾ അതിൽ ഇൻഡെക്സ് ഉണ്ട്. 0 മുതൽ 1, 2, 3, 4 അങ്ങനെ എത്രയാണോ സൈസ് അത്ര വരെ ഓരോ ഇൻഡെക്സുകളുണ്ട്. ഓരോ പൊസിഷനിലും അതായത് ഓരോ ഇൻഡെക്സിലും ഓരോ വാല്യൂസിനെ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. അവിടെ ഇൻഡെക്സിനെ നമ്മൾ കീ എന്ന് മെൻഷൻ ആക്കുന്നു. ആ ഓരോ ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂവിനെ ഇവിടെ വാല്യൂ ആയിട്ട് പറയുന്നത്. അങ്ങനെ കീ വാല്യൂ പെയർ എന്നുള്ള രീതിയിലാണ് PHPയിൽ അറേ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് PHPയിൽ പഠിക്കാനുള്ളത് ഇൻഡെക്സ്ഡ് അറേസ്, അതുപോലെ അസോസിയേറ്റീവ് അറേസ്, മൾട്ടി ഡയമെൻഷണൽ അറേസ്, അങ്ങനെ 3 ടൈപ്പാണ് PHPയിൽ അറേസ് ഉള്ളത്. നമുക്ക് ഇവിടെ പഠിക്കാൻ ഇൻഡെക്സ്ഡ് അറേസും അസോസിയേറ്റീവ് അറേസും മാത്രമാണ് ഉള്ളത്. മൾട്ടി ഡയമെൻഷണൽ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡെക്സ്ഡ് അറേ എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻഡെക്സ്ഡ് അറേ? ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. 0 മുതൽ 5 വരെ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓരോ ഇൻഡെക്സ് വാല്യൂവിലും ഓരോ വാല്യൂസ് ഉണ്ട് അല്ലേ. 0ൽ ടോം, 1ൽ റോൺ, 2ൽ ബ്രാഡ്, 3ൽ പോം, 4ൽ ലിസ്, 5ൽ കോൾട്ട്. ഇങ്ങനെ ഓരോ ഇൻഡെക്സ് വാല്യൂസിലും ഓരോ വാല്യൂസ് ഉണ്ട്. സാധാരണ നമ്മുടെ അറേ പോലെ. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നോർമൽ അറേ പോലെ തന്നെ ഇൻഡെക്സ് ബേസ് ചെയ്ത് ന്യൂമറിക് ഇൻഡെക്സ് ആയിരിക്കും. 0, 1, 2, 3 എന്ന് പറയുന്ന ഓരോ ന്യൂമറിക് ഇൻഡെക്സിൽ ആയിട്ട് നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന അറേസിനെ ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുന്നു. അറേസ് വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് ആർ കോൾഡ് ഇൻഡെക്സ്ഡ് അറേസ്. ഇത് നമ്മുടെ C++ലെ സെയിം അറേ ആയിട്ട് സിമിലർ ആണ്. അതുപോലെ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് കീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 0 മുതൽ അങ്ങോട്ട് ഉള്ള വാല്യൂസാണ് നമ്മളിവിടെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു അറേയിൽ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം, സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാം, എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഒരു ഇൻഡെക്സ്ഡ് അറേയിൽ സാധാരണ C++ൽ യൂസ് ചെയ്യുന്ന അറേ പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സ്റ്റാർട്ടിങ് എപ്പോഴും 0 എന്നായിരിക്കും. എത്രയാണ് ലെങ്ത്ത്? -1 ആയിരിക്കും ലാസ്റ്റത്തെ ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കാം. ഇനി പറയാനുള്ളത് PHPയിൽ ഇൻഡെക്സ്ഡ് അറേ ആണെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അറേ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം അറേ ഓഫ് എന്ന് പറയുന്ന, അതായത് അറേ ബ്രാക്കറ്റ്സ്, ഈ ഒരു ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സിൻടാക്സ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക? നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അറേക്ക് പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ ആദ്യം അറേയുടെ പേര് കൊടുക്കുക. $array name. നമുക്കറിയാം PHPയിൽ എന്ത് വാരിയബിൾ ആണെങ്കിലും ഈവൻ അറേ ആണെങ്കിൽ പോലും $സിമ്പിൾ വേണം. അപ്പോൾ $array name ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ അറേ നെയിം, അതിലേക്ക് നമുക്ക് എന്ത് അറേ ആണ് സ്റ്റോർ ചെയ്യേണ്ടത് അതിൻ്റെ സിൻടാക്സ് ആണ് അറേ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ value 1, value 2, value 3 എക്സെട്ര. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ആണ് നമുക്ക് PHPയിൽ
സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് PHPയിലെ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അറേ നെയിം $array name ഈക്വൽ ടു അറേ ഓഫ് A1 A2 A3 എത്ര വാല്യൂ ഉണ്ടോ അത്രയും ഇടുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അറേ ഓഫ് കീ ഈക്വൽ ടു വാല്യൂ, അതായത് ഏത് പൊസിഷനിലേക്കാണ് വാല്യൂ കൊടുക്കേണ്ടത് അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അറേ ഓഫ് കീ ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾസ് തരുന്നുണ്ട്. താഴെ തന്നിട്ടുണ്ട് $REGNO, അതൊരു അരയാണ്. അരയിലേക്ക് നമ്മൾ അരേ ക്രിയേറ്റ് ചെയ്യാണ്. REGNO ഈക്വൽ ടു അരേ ഓഫ്, നമ്മൾ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 6 7 9 8 6 7 അതൊരു വാല്യൂ, 6 5 8 3 6 7 അതൊരു വാല്യൂ, നെക്സ്റ്റും ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ REGNO എന്ന് പറയുന്ന അരേ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ 3 വാല്യൂസ് ഉണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് കളേഴ്സ് എന്ന് പറയുന്ന ഒരു അരേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കളേഴ്സ് ഈക്വൽ ടു അരേ ഓഫ് റെഡ് ബ്രൗൺ യെല്ലോ. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്ന അരയിൽ എന്താ വാല്യൂസ് ഉള്ളത്? റെഡ് ബ്രൗൺ യെല്ലോ. ഇങ്ങനെയാണ് ഒരു അരേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പേര് കൊടുക്കുക, ഈക്വൽ ടു അരേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുക്കുക. ഇനി അല്ലാണ്ട് നമുക്ക് എങ്ങനെ കീ വെച്ചിട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ REGNO എന്ന് പറയുന്ന ഒരു അരേ ആണെങ്കിൽ REGNO ഓഫ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 0യിൽ ഏതാണോ വാല്യൂ വരേണ്ടത് ആ വാല്യൂ കൊടുക്കുക, സെമിക്കോളൻ. നെക്സ്റ്റ് REGNO ഓഫ് 1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ കൊടുക്കുക, REGNO ഓഫ് 2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്താലും നമുക്ക് അരേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഡെക്സ്ഡ് അരേ ക്രിയേഷൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഒരു അരേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ REGNO ക്രിയേറ്റ് ചെയ്തു, കളേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു അരേനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അരേയുടെ അല്ലെങ്കിൽ അരയിലുള്ള എലമെൻസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ദ ഫംഗ്ഷൻ print_r ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിൻറ്റിങ് ആൻ അരേ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് അരേനെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് print_r എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട് print_r ഓഫ് അരേ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ലൈൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരേനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പറയാൻ എന്താ കാരണം, നമുക്ക് എപ്പോഴും ഒരു അരേനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിലും റീഡ് ചെയ്യണമെങ്കിലും ഒക്കെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരുന്നു C++ൽ. പക്ഷേ PHPയിൽ ഇങ്ങനൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അരേനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. അതായത് സിമ്പിൾ അരേ പ്രിൻറ്റിങ്ങും തരുന്നുണ്ട്, അതുപോലെ അരേ പ്രിൻറ്റിങ് യൂസിങ് print_r ഫംഗ്ഷൻ. print_r യൂസ് ചെയ്തിട്ട് അരേ പ്രിൻറ്റ് ചെയ്യണതും സിമ്പിൾ അരേ പ്രിൻറ്റിങ്ങും ഒരു ഫംഗ്ഷൻ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ അരേ പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. PHPയുടെ ടാഗ് ഓപ്പൺ ചെയ്തു. $name ഈക്വൽ ടു അരേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നെയിം ഈക്വൽ ടു അരേ ഓഫ് രാജു സലീം ജോൺ. അപ്പോൾ നെയിം എന്ന് പറയുന്ന അരയിൽ രാജു സലീം ജോൺ ഈ 3 പേരാണുള്ളത്. ഇനി അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. നെയിം എന്ന് പറയുന്ന അരേനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫോർ ലൂപ്പ് ഇട്ടു. $i ഈക്വൽ ടു 0 സെമിക്കോളൻ $i ലെസ് ദാൻ 3 സെമിക്കോളൻ $i++ എന്ന് പറഞ്ഞിട്ട് എക്കോയിൽ നെയിം ഓഫ് ഐ $name ഓഫ് $i എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വന്നു? നമുക്ക് ഔട്ട്പുട്ടിൽ രാജു സലീം ജോൺ വന്നിട്ടുണ്ട്. ഇനി ഇതേ സെയിം സാധനം, അതായത് നെയിം എന്ന് പറയുന്ന അരേനെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തത് സെയിം നമ്മൾ print_r എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. PHP ടാഗ് ഓപ്പൺ ചെയ്തു. നെയിം എന്ന് പറയുന്ന അരേ ക്രിയേറ്റ് ചെയ്യാണ്. $name ഈക്വൽ ടു അരേ ഓഫ് രാജു സലീം ജോൺ അല്ലേ. അപ്പോൾ നെയിം എന്ന് പറയുന്ന അരേ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. അതിലുള്ള വാല്യൂസ് രാജു സലീം ജോൺ ആണ്. ഇനി ഈ നെയിം എന്ന് പറയുന്ന അരേനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? print_r അല്ലേ. print_r എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ $name കൊടുത്താൽ മതി. ജസ്റ്റ് ആ അരയുടെ പേര് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് താഴെ നോക്കിയാൽ അരേ ഓഫ് എന്ന് പറഞ്ഞിട്ട് കീ വിത്ത് പെയർ, അതായത് കീ വാല്യൂ പെയർ ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. 0ൽ രാജു, 1ൽ സലീം, 2ൽ ജോൺ, ഇങ്ങനെ ആയിട്ടായിരിക്കും നമ്മൾ print_r എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഡെക്സ്ഡ് അരേ. നോർമൽ നമ്മുടെ C++ൽ യൂസ് ചെയ്യുന്ന അതേ അരേയുടെ കോൺസെപ്റ്റിനെയാണ് ഇൻഡെക്സ് വാല്യൂസ്, അതായത് 0 1 2 3 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡെക്സ്ഡ് അരേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഡിക്ലറേഷനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നെയിം ഈക്വൽ ടു അരേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരേ ക്രിയേറ്റ് ചെയ്യണത്. അതുപോലെ print_r എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു PHPയിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നെയിം എന്ന് പറയുന്ന അരയിലുള്ള എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്, ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ടൈപ്പ് അരയാണ് അസോസിയേറ്റീവ് അരേ. അസോസിയേറ്റീവ് അരയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൻഡെക്സ്ഡ് അരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീ വാല്യൂ ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റീവ് അരേനെ യൂസ് ചെയ്യുക. അതായത് കീ വിത്ത് വാല്യൂ അങ്ങനെയായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇൻഡെക്സ് വാല്യൂവിനെ വെച്ച് നോക്കുമ്പോൾ, ഇൻഡെക്സ്ഡ് അരേനെ വെച്ച് നോക്കുമ്പോൾ ഇൻഡെക്സ്ഡ് അരയിൽ എപ്പോഴും ഇൻഡെക്സ് വാല്യൂ ഇൻറ്റീജേഴ്സ് ആയിരിക്കും അല്ലേ.
അതായത് 0, 1, 2, 3 എന്ന് പറയുന്ന ന്യൂമറിക് ഇൻഡെക്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ അസോസിയേറ്റീവ് അറേയിൽ വരുമ്പോൾ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അതായത് കീ എന്ന് പറയുന്നത് സ്ട്രിങ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് അസോസിയേറ്റീവ് അറേയിലുണ്ട്. അപ്പോൾ നമുക്ക് അസോസിയേറ്റീവ് അറേ നമുക്ക് നോക്കാം. അസോസിയേറ്റീവ് അറേ എന്താണെന്ന് പറയുന്നുണ്ട്, അറേസ് വിത്ത് നെയിംസ്. അസോസിയേറ്റീവ് അറേ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, അറേസ് വിത്ത് നെയിംഡ് കീസ് ആർ കോൾഡ് അസോസിയേറ്റീവ് അറേസ്, അല്ലേ? നെയിംഡ് കീസ് ആയിട്ടുള്ള അറേസിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അറേ എന്ന് പറയുക. അതായത് കീ വാല്യൂസ്, കീ എന്ന് പറയുന്നത് നെയിംസ് ആയിരിക്കും, സ്ട്രിങ്സ് ആയിരിക്കും, അതാണ്. ഇനി പറയുന്നുണ്ട്, അസോസിയേറ്റീവ് അറേസ് ആർ വെരി സിമിലർ ടു ന്യൂമറിക് അറേസ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷനാലിറ്റി ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ദെയർ ഇൻഡെക്സ്. ഇൻഡെക്സിൻ്റെ അറേയായിട്ട് സിമിലർ തന്നെയാണ്, ഫങ്ഷനാലിറ്റീസ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഇൻഡെക്സിൽ വ്യത്യാസങ്ങളുണ്ട്. ഇൻഡെക്സ്ഡ് അറേയിൽ എപ്പോഴും ന്യൂമറിക് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിരിക്കും. അതുപോലെ അസോസിയേറ്റീവിൽ വരുമ്പോൾ അവിടെ സ്ട്രിങ്സ് പോലുള്ള കീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അറേ ക്രിയേറ്റ് ചെയ്യുന്നത് അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം, അറേ ഓഫ് കീ വാല്യൂ, കീ കൊടുക്കുക, ഒരു ആരോ പോലെ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കീ വാല്യൂ കോമ നെക്സ്റ്റ് കീ വാല്യൂ കോമ നെക്സ്റ്റ് കീ വാല്യൂ, ഇങ്ങനെയായിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യണത്. ഇവിടെ ഇത് തൊട്ട് താഴെ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഒരു കുട്ടിയുടെ, ഇപ്പം നമുക്ക് അസോസിയേറ്റീവ് അറേയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഇപ്പോൾ ഓരോ കുട്ടികളുടെയും മാർക്കുകൾ ഒരു അറേ പോലെ ക്രിയേറ്റ് ചെയ്യണം. കുട്ടികളുടെ പേര് വിത്ത് അവരുടെ മാർക്ക്, അപ്പോൾ പേര് എപ്പോഴും സ്ട്രിങ്സ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒക്കെ വെക്കുമ്പോഴാണ് നമുക്ക് അസോസിയേറ്റീവ് അറേയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അറേയിൽ അറേ ഓഫ് ഹരി 35, ജോൺ 37, മിനി 43. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് കീ വാല്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത് അറേനെ. ഇവിടെ എക്സാമ്പിൾ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. PHP ടാഗ് ഓപ്പൺ ചെയ്തു, കോസ്റ്റ് എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറേ ഓഫ് പെൻ 35, പെൻസിൽ 5, ബ്രഷ് 20, ഇങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അറേ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ കോസ്റ്റിൽ പെൻ 35, പെൻസിൽ 5, ബ്രഷ് 20, ഇങ്ങനെയുള്ള വാല്യൂസ് ആണുള്ളത്. ഇനി എക്കോയിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് പെൻസിലിൻ്റെ കോസ്റ്റാണ്. പെൻസിൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെൻസിലിൻ്റെ കോസ്റ്റ് അവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പെൻസിൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രിൻ്റ് ചെയ്യണേ, കോസ്റ്റ് ഓഫ് പെൻസിൽ. അപ്പോൾ എന്താ അവിടെ വരിക, പെൻസിലിൻ്റെ കോസ്റ്റ് 5 വരും. എന്നിട്ട് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വരും. അപ്പോൾ ഇങ്ങനെയാണ് അസോസിയേറ്റീവ് അറേ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോർ ഈച്ച് ലൂപ്സ് എന്താണെന്ന് നോക്കാം. ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്ക് അറിയാം ഫോർ ലൂപ്പ് എന്തിനാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് പോലെ തന്നെ, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ, ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു എൻഡ് ഇല്ലാതെയുള്ള അത്രയും വാല്യൂസൊക്കെ ഉള്ള അറേസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് എന്താ 100 വരെ 200 വരെ 500 വരെയൊക്കെ നമ്മൾ പറയും. പക്ഷേ അത്ര അല്ലാണ്ട് സൈസ് ഒരുപാടുള്ള അറേസ്, അത് കീ വാല്യൂസ് ആയിട്ടുള്ള അസോസിയേറ്റീവ് അറേ റിലേറ്റഡ് ആയിട്ടുള്ള അറേസ്, അത്രയും സൈസ്ഡ് ആയിട്ടുള്ള അറേസ് വരുമ്പോഴാണ് നമ്മൾ ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഫോർ ഈച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ഈച്ച് അറേ എസ് വാല്യൂസ് ആയിട്ടും യൂസ് ചെയ്യാം, അറേ എസ് കീ വാല്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഫോർ ഈച്ച് അറേ എസ് വാല്യൂ എങ്ങനെയാണ് അങ്ങനെ യൂസ് ചെയ്യുക, അതായത് ഇൻഡെക്സ് ടൈപ്പായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോർ ഈച്ച് അറേ എസ് വാല്യൂ അതെന്താണെന്ന് ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. ഇൻ ദിസ് ടൈപ്പ് ഫോർ every loop iteration the value of the current array element is assigned to value and the array pointer is moved by 1 until it reaches the last array element. Normally ഓരോ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ്ഡ് അറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂവിലേക്കും പോയിൻ്റ് ചെയ്ത് എപ്പോഴാണോ എൻഡ് ആവുന്നത് അവിടെ അവസാനിക്കും. അതാണ് ഫോർ ഈച്ച് അറേ എസ് വാല്യൂ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിൻടാക്സ് ഉള്ളതുണ്ട്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അറേ എസ് വാല്യൂ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് അതിൻ്റെ കോഡ് ഉള്ളിൽ എഴുതാം. ഇവിടെ എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫോർ ഈച്ച് ലൂപ്പ്. PHP ടാഗ് ഓപ്പൺ ചെയ്തു, കളേഴ്സ് എന്ന് പറയുന്നൊരു അറേ ക്രിയേറ്റ് ചെയ്തു. കളേഴ്സ് ഈക്വൽ ടു അറേ ഓഫ് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്ന അറേയിൽ എന്താ വാല്യൂസ് ഉള്ളത്, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. അപ്പോൾ അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം, ആ വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യണം. കളേഴ്സ് എന്ന് പറയുന്ന അറേനെ പ്രിൻറ്റ് ചെയ്യണം. ഫോർ ഈച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് കളേഴ്സ് ആസ് വാല്യൂ,
അതായത് കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറേയുടെ പേര്, ആസ് വാല്യൂ. അപ്പോൾ അതിലെ വാല്യൂസിനെ ഓരോന്നിനെയും കളേഴ്സ് എന്ന് പറയുന്ന അറയിൽ നിന്ന് ഫെച്ച് ചെയ്ത് എക്കോയിൽ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ നമുക്കവിടെ വന്നു. ഇതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഈച്ച് തന്നെ കീ വാല്യൂ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു. ഫോർ ഈച്ച് അറേ ആസ് കീ വാല്യൂ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് ടൈപ്പ്, ഫോർ എവറി ലൂപ്പ് iteration, the value of the current array element is assigned to value and the key of the current array element is assigned to key and the array pointer is moved by 1 until it reaches the last array element. ഇവിടെ key with values ആയിട്ടായിരിക്കും നമുക്ക് iteration നടക്കുക. അതായത് ഏതാണോ കീ ആ കീ വിത്ത് വാല്യൂ ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. എപ്പോഴാണോ എൻഡ് ആവുന്നത് അപ്പോൾ നമുക്ക് വരും. അതായത് ഇപ്പോൾ നമ്മൾ മുന്നത്തെ ഫോർ ഈച്ച് പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ വാല്യൂസ് മാത്രമാണ് എടുത്ത് തന്നത്, നമ്മൾ ജസ്റ്റ് അരേനെ പ്രിൻ്റ് ചെയ്യുന്ന പോലെ. പക്ഷേ അരേസ് കീ വാല്യൂ എന്ന് പറയുമ്പോൾ വിത്ത് കീ നമുക്കതവിടെ വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട്. ഫോർ ഈച്ച് അരേസ് കീ വാല്യൂ എന്നെഴുതുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ കോഡ് എഴുതുന്നത്. അപ്പോൾ എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫോർ ഈച്ച് ലൂപ്പ്. PHP ടാഗ് ഓപ്പൺ ചെയ്തു. കളേഴ്സ് എന്ന് പറയുന്ന സെയിം അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അരേ ഓഫ് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു അരയിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇനി ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണ് കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് അരേ ആസ് കീ ഐറ്റം വാല്യൂവിന് പകരം നമ്മൾ ഐറ്റം എന്ന് യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി എക്കോയിൽ നമ്മൾ കീസ് ഐറ്റവും നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 0 റെഡ്, 1 ഗ്രീന്, 2 ബ്ലൂ, 3 യെല്ലോ അങ്ങനെയായിട്ട് വന്നു. അപ്പോൾ ഇത്രയാണ് ഫോർ ഈച്ച്. ഇനി നെക്സ്റ്റ് PHPയിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻസ്. നമുക്കറിയാം ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നു. അതാണ് ഫങ്ഷൻസ്. അതിനൊരു പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ PHPയിൽ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫങ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും രണ്ടാമത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും. എന്താണ് ഡിഫറൻസ് എന്നൊക്കെ നമുക്കറിയാം. യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു ഫങ്ഷൻ പേര് കൊടുക്കുന്നു, എന്താണ് ആ ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ തന്നെ കോഡ് എഴുതുന്നു. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവിടെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഓരോ പർപ്പസിന് വേണ്ടി ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് അവരെ വിളിച്ചാൽ മതി അതത് പർപ്പസിന്. അതാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് യൂസർ ഡിഫൈൻ ഫങ്ഷൻ നമുക്ക് നോക്കാം. യൂസർ ഡിഫൈൻ ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ PHPയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട് ഫങ്ഷൻ നെയിം, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഡ്. ഇങ്ങനെയാണ് PHPയിലെ ഫങ്ഷൻ. അപ്പോൾ ഇവിടെ താഴെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ഫങ്ഷനും രണ്ടാമത് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുള്ള ഫങ്ഷനും. അപ്പോൾ നമുക്ക് സിമ്പിൾ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. PHP ടാഗ് ഓപ്പൺ ചെയ്തു. ഫങ്ഷൻ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫങ്ഷൻ ഹലോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്കോ ഹലോ PHP. അതായത് ഫങ്ഷൻ കീവേഡ് യൂസ് ചെയ്തിട്ട് ഹലോ എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഹലോ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഉള്ളിൽ എക്കോ വെച്ചിട്ട് ഹലോ PHP എന്നുള്ളൊരു ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം വെച്ചിട്ടുണ്ട്. ഫങ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുക, ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ താഴെ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുകയാണ്, ഫങ്ഷൻ കോൾ വിളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഹലോ എന്ന് പറയുന്ന ഫങ്ഷൻ വർക്ക് ചെയ്യും, ഹലോ PHP പ്രിൻ്റ് ചെയ്യും. നമുക്കിവിടെ താഴെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. PHP ടാഗ് ഓപ്പൺ ചെയ്തു. ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫങ്ഷൻ ആഡ്, അതിൻ്റെ ഉള്ളിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, $A $B. ഇനി ഫങ്ഷൻ്റെ ഉള്ളിൽ $C = $A + $B. സി എന്ന് പറയുന്നതിലേക്ക് A+B ചെയ്തിട്ടുണ്ട്. റിട്ടേൺ $C, സീനെ റിട്ടേണും ചെയ്തിട്ടുണ്ട്. അതാണ് ഫങ്ഷൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഫങ്ഷനെ പുറത്ത് ഫങ്ഷനെ കോൾ ചെയ്യണം അല്ലേ. ആഡ് എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്താലാണ് അവിടെ എന്താണുള്ളതെന്നുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് എക്കോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എക്കോയിൽ 5 + 10 = ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 5 + 10 = ആഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ആഡിൻ്റെ ഉള്ളിൽ 5ഉം 10ഉം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഫങ്ഷൻ അവിടെ കോളാവും. എയും ബിയും 5ഉം 10ഉം ആയിട്ട് മാറും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 5ഉം 10ഉം കാൽക്കുലേറ്റ് ചെയ്ത് സിയിലേക്ക് സ്റ്റോർ ചെയ്ത് സീനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ 15 എന്ന് പറയുന്ന ആൻസറായിട്ട് അവിടെ ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ സിമ്പിളായിട്ടും എഴുതാം, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാണ്ടും എഴുതാം. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടും നമുക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.